രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഓഫ് ചെയ്തില്ലേ? ഓഫ് ചെയ്താണല്ലോ. പിന്നെന്താ അത്? നിങ്ങൾ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ചായ. ഷുഗറിന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വന്നു വന്ന് നീ എന്നെ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കാനല്ലേ? നിന്നെ വിടറോ? ഇവനെ നമ്മുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിരിക്കുക. ഇവനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അതിന് നിയമപരമായിട്ട് എനിക്ക് അധികാരമുണ്ടാ. വക്കീൽ പറയുന്നത് ശരിയാ മഹിമേ. സെക്ഷൻ 442 IPC അല്ലേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട് മൂന്താ. അതിന് ഈ വീട് തന്റെയാണോ? എടാ, സ്വന്തം വീടല്ലെങ്കിൽ എന്താടാ? വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്ക് എല്ലാ അധികാരവും ഉണ്ട്. എന്നാ വാടകച്ചിട്ട് കാണിക്ക്. അതൊക്കെ ഞാൻ എന്തിനാടാ നിന്നെ കാണിക്കുന്നേ? ഇതൊക്കെ ചോദിക്ക നീ ആരടാ? ഞാനാണ് ഈ വീടിന്റെ പുതിയ ഉടമസ്ഥൻ. കാര്യം കൂടുതൽ മനസ്സിലാക്കാൻ ദാ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്താ വക്കീലേ ഇത്? ഇവന് ഈ സ്ഥലം വാങ്ങാനുള്ള അഡ്വാൻസ് ജോർജ് ചേട്ടന് കൊടുത്തു. വായിച്ചു ബോധിച്ചില്ലേ? ഇനി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഈ വീട് വാടകയ്ക്ക് എടുത്തതിന് എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ കാണിക്ക്. ഞാനും ജോർജ് ചേട്ടനും തമ്മിലേ അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നില്ല. ഞാൻ കൃത്യമായിട്ട് വാടക കൊടുക്കായിരുന്നു. അദ്ദേഹം സ്വന്തം വീടുകളെ കരുതിക്കൊള്ളാനും പറഞ്ഞതാ. സ്വന്തം വീട് പോലെ കരുതാനാണ് പറഞ്ഞത്. ഇതിപ്പോ ഉടമസ്ഥനേക്കാളും ചാടാ വാടകയ്ക്ക് താമസിക്കുന്നവർക്കാണല്ലോ. അതൊക്കെ പോട്ടെ. നിങ്ങൾ എപ്പോഴാ ഒഴിയാൻ പോകുന്നേ? അല്ല, അതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ എങ്ങനെയാ? പിന്നെ എങ്ങനെ പറയണം? നിങ്ങൾ എന്റെ വീട്ടിലാ താമസിക്കുന്നത്, അതും ഒരു വാടക ചീട്ട് പോലും ഇല്ലാതെ. എനിക്ക് നിങ്ങളെ എപ്പോ വേണമെങ്കിലും ഇവിടെ നിന്ന് ഇറക്കി വിടാം. ഞാനൊരു മാന്യനായതുകൊണ്ടാ നിങ്ങൾക്ക് സാവകാശം തരുന്നത്. നീ സ്ഥലം വാങ്ങിയിട്ടൊന്നുമില്ലല്ലോ, അഡ്വാൻസ് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് അവകാശം കാണിക്കല്ലേ? എന്തായാലും നിന്നേക്കാളും കൂടുതൽ അവകാശം ഈ സ്ഥലത്തിന്മേൽ എനിക്കുണ്ട്. ജോർജ് ഏട്ടൻ ഈ മാസം നാട്ടിലേക്ക് വരുന്നുണ്ട്. അയാളെയും കൂട്ടിക്കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഈ കച്ചവടം ഉറപ്പിക്കുന്നത് വരെ നിന്റെ ജാടയ്ക്ക് ആയുസുള്ളൂ. അതുകൊണ്ട് അതിനു മുമ്പ് ഒഴിഞ്ഞു പോകുന്നതാണ് നിനക്ക് നല്ലത്. ഞാനായിട്ട് ഒഴിപ്പിക്കാൻ നിന്നാലേ നീയും നിന്റെ ഭാര്യ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. എന്തായാലും നിന്റെ ഐശ്വര്യം കൊള്ളാം മോളെ. വീട്ടിൽ വന്ന് കാലെടുത്ത് വെച്ചു ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട അവസ്ഥയെ. ഭർത്താവിനെയും കൂട്ടി പെരുവഴിയിലേക്ക് ഇറങ്ങാം. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ.